ഹലോ നമസ്കാരം. എല്ലാവർക്കും ആത്മ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. LDC പരീക്ഷയ്ക്കുള്ള അപേക്ഷകരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിരുന്നു എന്നതിന് പിന്നാലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകരുടെ എണ്ണത്തിലും കാര്യമായിട്ടുള്ള കുറവ് സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ വിജ്ഞാപനത്തിൽ 6,98,797 പേർ അപേക്ഷിച്ചപ്പോൾ പുതിയ വിജ്ഞാപനത്തിൽ 4,76,953 അപേക്ഷകരാണ് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ കാര്യമായിട്ട് അപേക്ഷകർ കുറഞ്ഞു. ചില ജില്ലകളിൽ ഓൾമോസ്റ്റ് പകുതിയോളമായിട്ട് അപേക്ഷകർ കുറഞ്ഞിരിക്കുന്നു. 14 ജില്ലകളിലേക്കുള്ള വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ള നോട്ടിഫിക്കേഷനായിരുന്നു കഴിഞ്ഞ ആഴ്ച അപേക്ഷാ തീയതി അവസാനിച്ചത്. ഏതാണ്ട് 2,21,844 പേരുടെ കുറവാണ് ഇപ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിലിംസ്, മെയിൻസ് അങ്ങനെയുള്ള 2 ഘട്ടങ്ങളില്ല എന്ന് അറിയിച്ചതിന് ശേഷം ഏതാണ്ട് 7 ലക്ഷത്തോളം അപേക്ഷകരാണ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. കഴിഞ്ഞ വർഷത്തെ എണ്ണം കണക്കൂട്ടിയിട്ടാണ് നമ്മളങ്ങനെ പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ വർഷം പ്രിലിംസും മെയിൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അപേക്ഷകരുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള കുറവ് ഉണ്ടായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ അപേക്ഷ ലഭിച്ചത് തിരുവനന്തപുരത്താണ്. 72,617 പേര്. ഇടുക്കിയിൽ 15,817 പേരാണ് അപേക്ഷിച്ചത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി പരീക്ഷ നടക്കും എന്നറിയിച്ചിട്ടുണ്ട്. മുൻ വിജ്ഞാപനങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു ഇപ്രാവശ്യം കൃത്യമായിട്ട് പരീക്ഷാ സമയം അറിയിച്ചുകൊണ്ട്, തീയതി മാത്രമാണ് അറിയിക്കാത്ത. ഏതാണ്ട് 2-3 മാസത്തിൻ്റെ ഷെഡ്യൂൾ വരെ കൃത്യമായിട്ട് PSC അറിയിച്ചിരുന്നു. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒറ്റ പരീക്ഷ ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും അപേക്ഷകരുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള കുറവ് സംഭവിച്ചിരിക്കുന്നു. LDC പരീക്ഷയ്ക്കും ഏതാണ്ട് 4 ലക്ഷത്തോളം അപേക്ഷകരുടെ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് PSCയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതാണോ എന്ന രീതിയിലേക്കൊക്കെ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. താൽക്കാലിക നിയമനങ്ങളുടെ വർധനവും ജോലി ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള ഉദ്യോഗാർത്ഥികളുടെ വിലയിരുത്തലും ഒക്കെ ആയിരുന്നിരിക്കണം ഇത്രയധികം ആളുകൾ LDCയിൽ നിന്നും LGSൽ നിന്നും മറ്റ് പരീക്ഷകളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പ്രിലിംസ്, മെയിൻസ് ഘട്ടമൊക്കെ വരുമ്പോൾ അതിനോടുള്ള മടുപ്പാണോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് പോലും ആളുകളുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളിലെയും ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 91,409 പേർ കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ചപ്പോൾ 72,617 അപേക്ഷകരാണ് ഇപ്രാവശ്യം ഉണ്ടായത്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ കൊല്ലത്ത് 61,855 പേർ അപേക്ഷിച്ചപ്പോൾ ഇപ്രാവശ്യം 45,297 പേരാണ് ഉള്ളത്. പത്തനംതിട്ട കാര്യമായിട്ട് അപേക്ഷ കുറഞ്ഞൊരു ജില്ലയാണ്. 31,777 പേര് മുൻ വിജ്ഞാപനത്തിൽ അപേക്ഷിച്ചപ്പോൾ ഇപ്രാവശ്യം 17,285 കുറഞ്ഞു. ആലപ്പുഴയിൽ 48,457 കഴിഞ്ഞ വിജ്ഞാപനത്തിലുണ്ടായത്. ഇപ്രാവശ്യം അത് 35,135 കുറഞ്ഞു. കോട്ടയം മറ്റൊരു ജില്ലയാണ്. ഏറ്റവും കുറവ് വിജ്ഞാപനങ്ങൾ രേഖപ്പെടുത്തിയ ജില്ലകളിലൊന്നാണ്. 36,867 പേരിൽ നിന്ന് ഏതാണ്ട് പകുതിയോളമായി കുറഞ്ഞു. 18,836 അപേക്ഷകരായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിലും അപേക്ഷ കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 26,514 നിന്ന് 15,817 എറണാകുളം ജില്ല 55,718 നിന്ന് 34,646 അപേക്ഷകരാണ് ഇപ്രാവശ്യമുള്ളത്. തൃശ്ശൂർ 51,019 നിന്നും 29,876 അപേക്ഷകർ എന്ന രീതിയിലേക്ക് മാറി. പാലക്കാട് 59,000 നിന്നും 41,000 കുറഞ്ഞു. മലപ്പുറം 66,160 നിന്നും 52,124 കുറഞ്ഞു. കോഴിക്കോട് 65,620 നിന്നും 47,303 കുറഞ്ഞു. വയനാട് 24,022 നിന്നും 16,431 കുറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ അപേക്ഷകർ മുൻ വിജ്ഞാപനത്തിൽ 46,553 എന്നുള്ളത് 30,792 കുറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ 26,772 നിന്നും 18,964 കുറഞ്ഞു. അങ്ങനെ 6,98,797 എന്നതിൽ നിന്നും 4,76,953 എന്ന 2,21,844 പേരുടെ കുറവാണ് ഇപ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും പരീക്ഷയെ സീരിയസ് ആയി കരുതുന്ന ആളുകൾക്ക് ഇതൊരു അവസരം കൂടിയാണ്. ഇത്ര അപേക്ഷകരാണ് ഉള്ളതെങ്കിലും
ഇതിൽ കുറച്ച് പേരൊക്കെ ഇനി പരീക്ഷ എഴുതാനുള്ള സാധ്യതയില്ല. കാരണം കൺഫർമേഷൻ കൊടുക്കേണ്ട സമയത്ത് അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ എഴുതാനുള്ള താല്പര്യം ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അപേക്ഷകരുടെ എണ്ണം കുറയുന്നത്, വേക്കൻസി കുറയുന്നുണ്ട് ആനുപാതികമായി എന്നിരുന്നാൽ തന്നെയും പഠിക്കുന്നവർക്ക് ഒരു നല്ല അവസരമായിട്ട് കരുതണം. പിന്നെ ഇതിൽ ഡിഗ്രി വിജയിച്ചവർക്ക് അപേക്ഷിക്കാനുള്ള അർഹതയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ അല്ലെങ്കിൽ ITI അങ്ങനെയൊക്കെ യോഗ്യത കഴിയുന്നവരും ഡിഗ്രിക്ക് പഠിക്കുന്നവരും +2 കഴിഞ്ഞവരൊക്കെയുള്ള അപേക്ഷകരാണ് കാര്യമായിട്ട് അപേക്ഷിക്കുന്നതിൻ്റെ അവസാന തീയതി വരെ ഡിഗ്രിയുടെ പാസ്സായിട്ടുള്ള റിസൾട്ട് വരാൻ പാടില്ല എന്നൊരു നിബന്ധന കൂടി ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും മറ്റ് തസ്തികകളെ പോലെ തന്നെ കാര്യമായിട്ടുള്ള അപേക്ഷകരുടെ കുറവ് സംഭവിക്കുന്നു എന്നതിൽ നിന്നും PSCയിലേക്കുള്ള ആളുകളുടെ താല്പര്യം കുറയാൻ തുടങ്ങി എന്നുള്ളൊരു സത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അപേക്ഷിച്ചവർക്ക് നല്ലൊരു അവസരമായി തീരട്ടെ. കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഗവൺമെൻറ് ജോലി കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.